ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുന്ന കണ്ടാൽ വിചാരിക്കും ഭയങ്കര സ്നേഹം കൊണ്ടല്ല കേട്ടോ, വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ് അവൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കാണ് ഏറ്റവും പേടിയെന്ന്, പക്ഷെ എന്നെക്കാളും പേടിയാണ്. അപ്പം ഞങ്ങൾ അടുത്ത ആക്ടിവിറ്റി ആണെങ്കിൽ അണ്ടർ സീ വാക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അണ്ടർ സീ വാക്കിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 4 പേർക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് 4 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല. ബേബി ഉള്ളത് കൊണ്ട് ഹസ്ബൻഡ് ബേബിനെ നോക്കി, ഞങ്ങൾ 3 ഒരുമിച്ച് പോയി. പിന്നെ ഞങ്ങൾ കയറി വന്നതിന് ശേഷം ഹസ്ബൻഡ് പോയത്. അപ്പോൾ ഇതിൻ്റെ അണ്ടർ സീ വാക്കിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും അവർ തന്നെ എടുത്തു തരും. അത് ഈ ചാർജിൽ തന്നെ ഇൻക്ലൂഡാണ്. അത് നമുക്ക് അവർ വീഡിയോസായിട്ട് ഫോട്ടോസായിട്ടൊക്കെ അയച്ചു തരും. ഇവിടെ ഇയാൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയില്ലെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ അടിയിൽ നമുക്ക് സ്വിം ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഈ ഗൈഡിൻ്റെ കൂടെ തന്നെ അവരെന്നെ നമ്മളെ വെള്ളത്തിലേക്ക് താഴ്ത്തി അവരെ കൂടെ തന്നെ നടന്ന് ഒരു റൗണ്ട് അടിച്ച് മേലോട്ട് കയറി വരാൻ ചെയ്യാൻ അവരെന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ അവരെന്നെ എടുത്ത് തരും. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ള സമയം ഒന്നും ഉണ്ടായില്ല. അത്രയും ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ തലയിൽ ഒരു ഹെൽമെറ്റും കൂടെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിനിപ്പോൾ അവിടേക്ക് പോകുന്നതാണ് അണ്ടർ സീ വാക്കിംഗ് ഉള്ള ആ ഒരു സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത ആളുകളെ ഇങ്ങനെ നിരനിരയായിട്ട് ഇരുത്തും. ഈ ഒരു ഓക്സിജൻ ഹെൽമെറ്റ് നമ്മളെ തലയിൽ വെച്ച് തരും. അത് നല്ല വെയിറ്റാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം ഓരോരുത്തരായിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കണം. നമ്മളൊരു കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈ സാധനം വെച്ച് ഒരൊറ്റ താഴ്ത്തലാണ് അവർ താഴ്ത്താൻ. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് നമ്മളെ കൂടെ വെള്ളത്തിലിറങ്ങാൻ അതീവ പേടിയുള്ള ഒരാളാണ്. അപ്പോൾ അവൾ കയറുക ഇറങ്ങുക ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഇവർക്ക് ഭയങ്കര പേടിയാണെന്നുള്ളത്. അവർ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും, ശ്വാസം കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ ബ്രീത്ത് എടുക്കാമെന്നല്ല ഉള്ളത്. പക്ഷെ അവൾ ഇറങ്ങുന്നില്ല. പിന്നെ അവർ ആ ഹെൽമെറ്റ് വെച്ച് ഒരൊറ്റ താത്തങ്ങ് കൊടുത്തു. കാരണം ഓൾറെഡി ഹസ്ബൻഡ് മുമ്പിൽ പോയിട്ടുണ്ട്. അവനാണെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഇറങ്ങിയപ്പോൾ പിന്നെ അത്ര വലിയൊരു ടെൻഷൻ തോന്നിയില്ല. കാരണം വെച്ചാൽ അവിടെ കുറേ ഗൈഡുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അതിൻ്റെ അടിയിൽ നടക്കുമ്പോൾ പല വെറൈറ്റി ഫിഷുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നീന്തി പോകുന്നുണ്ട്. പിന്നെ അവർ റബ്ബർ ബാൻഡ് വെച്ച് കുറേ ഫിഷിൻ്റെ ഫുഡൊക്കെ നമ്മളെ ഡ്രസ്സിലൊക്കെ കെട്ടി വെക്കും. അപ്പോൾ അത് വന്ന് നമ്മളെ ഡ്രസ്സ് കുത്തിപ്പറിച്ച് എത്തുന്നതൊക്കെ ഒരു രസമാണ്. ഞാനാണെങ്കിൽ ശ്വാസം കിട്ടാത്തത് കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് അവർ പറഞ്ഞ പോലെ ചെയ്തിട്ട് എൻ്റെ ഹെൽമെറ്റ് വേറെ ഞാൻ വേറെ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഫോട്ടോസിലും വീഡിയോസിലൊന്നും എൻ്റെ തല പൂർണ്ണമായിട്ടില്ല. ഇതിലേക്ക് പുറത്തേക്ക് നമ്മൾ കയറി വരുമ്പോഴും നമ്മൾ ഇറങ്ങുമ്പോഴുള്ള അതേ ടെൻഷനും ഫീലിങ്സൊക്കെ ആയിരിക്കും ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നിന്ന് കുറേ ഹൈറ്റിലാണ് സ്റ്റെപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കൈ കൊണ്ട് പിടിച്ച് മേലോട്ട് കയറി വരണം. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുണ്ട്. എന്നിട്ട് നമ്മൾ ഏതാണ്ട് പൊങ്ങാനായി കഴിഞ്ഞാൽ തന്നെ അവർ ഹെൽമെറ്റ് അങ്ങ് മാറ്റും. അപ്പോൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഹെൽമെറ്റ് കാണാൻ പറ്റില്ല. ആ ഹെൽമെറ്റ് ഊരുമ്പോഴും നമുക്കൊരു ടെൻഷനും പിന്നെ കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ നിൽക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഒന്നാമത് നീന്തലൊന്നും അറിയാത്തുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി